ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കേരള കലാമണ്ഡലത്തിലേക്ക് ഒരു യാത്ര പോയിരുന്നു കേട്ടോ. ആങ്ങളുടെ മകൾ ശിവാനിക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ 8th അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയില്ല. അപ്പോൾ +1 ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ അപേക്ഷിച്ചില്ല. അതിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ ഇന്ന്. അവൾക്കാണെങ്കിൽ ഭയങ്കര നാണക്കേടാ ഫോട്ടോയിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇവിടെ കാണുന്നത് ഒരു അമ്പലം ആണെന്ന് തോന്നും കേട്ടോ. ശരിക്കും ഒരു അമ്പലം തന്നെയാണ്. കൊടിമരവും ഒക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ തോന്നുക. ഇവിടെയാണ് കുട്ടികൾ നൃത്തം അഭ്യസിക്കുന്നത് കേട്ടോ. പിന്നെ പോയ കുട്ടികളൊക്കെ അങ്ങനെ വരിയായി. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ 9 മണിയായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ 59ാമത്തെ ടോക്കണാണ് കേട്ടോ. അടുത്ത സെക്യൂരിറ്റി 10 മണിയായപ്പോൾ ഓരോരുത്തരായിട്ട് 1, 2, 3 നമ്പർ പ്രകാരം അങ്ങനെ വിളിച്ച് ഞങ്ങളുടെ ശിവാനിയുടെ നമ്പർ എത്തി. അപ്പോൾ അങ്ങനെ എല്ലാവരും വരിയായിട്ട് ഓരോരുത്തരായിട്ട് രജിസ്ട്രേഷന് വേണ്ടി പോവുകയാണേ. ഇന്നിവിടെ പല പല വിഷയങ്ങളിലായിട്ട് 120ഓളം കുട്ടികൾ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട് കേട്ടോ. ശിവാനി പോയപ്പോൾ ഞാനും എൻ്റെ നാത്തും ചിത്രയും കൂടെ ആ മണ്ഡപത്തിന് മുമ്പിലിരുന്നു കേട്ടോ. അപ്പോഴാണ് അവിടുന്ന് കുറേ കുട്ടികളൊക്കെ പ്രാക്ടീസ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നേ. ഏത് വിഷയമാണോ പഠിക്കുന്നത് അതിനൊക്കെ ഒരു ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഭരതനാട്യം, മോഹിനിയാട്ടം, അതുപോലെ കർണാട്ടിക് മ്യൂസിക്, അങ്ങനെ ഓരോന്നിനും ഓരോ കുട്ടികൾക്ക് ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. എന്തായാലും നൃത്തമണ്ഡലത്തിനുള്ളിൽ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്നേ. അപ്പോഴുണ്ട് അവിടെ കുറേ കുട്ടികൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നൃത്തമണ്ഡപത്തിനുള്ളിലേക്ക് കയറി ചെന്നപ്പോഴുണ്ടല്ലോ ഫ്രണ്ട്സ്, നല്ല തണുപ്പ് കേട്ടോ. വെളിയിൽ ഇത്രയും നേരം ഞങ്ങൾ ചൂടത്തായിരുന്നായിരുന്നു. കുട്ടികൾ പ്രാക്ടീസ് ചെയ്യണതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ വെളിയിലേക്ക് ചെന്നു കേട്ടോ. കലാമണ്ഡലത്തിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡ് മൊത്തം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ തണുപ്പാണ് കേട്ടോ. കാടിനുള്ളിൽ കയറിയ അവസ്ഥയാണ്. നിറയെ ചീവീടുകളുടെ കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു കുഞ്ഞിരുന്ന് ആടുന്നതൊക്കെ കണ്ടു കേട്ടോ. അവിടെയുള്ള കുട്ടികൾക്ക് ആടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇതിട്ട് വെച്ചിരിക്കുന്നത്. സമയം 1 മണിയായപ്പോൾ ശിവാനി ഊണ് കഴിക്കാൻ വേണ്ടി അവർ വിട്ടതാണ് കേട്ടോ. ഇൻ്റർവ്യൂ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഊഞ്ഞാലിരുന്ന് ആടുകയൊക്കെ ചെയ്തേ. ശിവാനി വീണ്ടും ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തിലേക്ക് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കലാമണിയുടെ ചേട്ടൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി ഫോൺ കൊടുത്തപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ഒരു ഫോട്ടോയൊക്കെ എടുത്തു തന്നു കേട്ടോ. പിന്നെ കർണാട്ടിക് സംഗീതം പഠിക്കാൻ വന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരോടൊപ്പം സെൽഫി എടുത്തു. ഈ കാണുന്നതാണ് അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഹോസ്റ്റൽ കേട്ടോ. ലേഡീസ് ഹോസ്റ്റൽ, നല്ല വലിയ ഹോസ്റ്റലാണ്. ശിവാനിയുടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ സമയം 5:10 ഫ്രണ്ട്സ്. അങ്ങനെ ശിവാനി കാരണം എനിക്കും കേരള കലാമണ്ഡലം ഒന്ന് കാണാൻ പറ്റിയിട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. എന്തായാലും ഇനി അവൾക്ക് അതിൽ അഡ്മിഷൻ കൂടെ കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഫ്രണ്ട്സ്. ഓക്കെ, ബൈ.